ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ന്യൂ മെമ്പർ വരാൻ പോവുകയാണ്. ഒരു സ്കൂട്ടർ കേട്ടോ. അപ്പോൾ അത് കുറേ നാളായിട്ട് ഇങ്ങനെ അത് മേടിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷനിലിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഈ അസുഖം വന്ന് ക്യാൻസർ വന്ന് പോയതിന് ശേഷം ഈ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂട്ടർ ഒട്ടും ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഈ റോഡിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ, വളരെ മോശമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വരെ പോകണമെങ്കിൽ ഒരു 3/4 കിലോമീറ്റർ, 1 കിലോമീറ്ററിന് താഴെ ഞങ്ങൾക്ക് പോകണം, എന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നടന്ന് പോവാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ വഴി കൂടെ നടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഓട്ടോ വിളിച്ചാലോ ഒന്നും വരില്ല. മീൻസ് അത്രയും റോഡ് മോശമായി കിടക്കുന്നതുകൊണ്ട് ഓട്ടോക്കാരൊന്നും വരത്തില്ല. അപ്പോൾ എന്താവശ്യത്തിന് വേണമെങ്കിലും ഞങ്ങൾക്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഹസ്ബൻഡ് വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ എനിക്ക് ഒന്ന് ജംഗ്ഷൻ വരെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ എനിക്ക് ഒരു 2 വീലറിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഒരു സ്കൂട്ടർ മേടിക്കാമെന്ന് തീരുമാനിച്ചത്. കുറേ നാളായിട്ട് ഇങ്ങനെ മേടിക്കണോ വേണ്ടയോ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിൽ അവസാനം പിന്നെ വിചാരിച്ചു ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല, ഒരു സ്കൂട്ടർ ഇല്ലാതെ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് ഇപ്പോൾ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ PMGയിൽ TVSൻ്റെ ഷോറൂമുണ്ട്. ലോജിടെക് എന്നും പറഞ്ഞിട്ടുള്ള അവിടുത്തെ TVSൻ്റെ ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ സ്കൂട്ടർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഷോറൂമാണ്. ഇതിൻ്റെ മെയിൻ ഷോറൂം അങ്ങ് കരമനയിലാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഒരു 3-4 ദിവസം മുന്നേ ബുക്ക് ചെയ്തായിരുന്നു. ഇന്നലെയാണ് വണ്ടി ഡെലിവറി കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ RTOയുടെ റൂൾ അനുസരിച്ച് ഒരു 3-4 ദിവസമെങ്കിലും എടുക്കും. നമ്പർ പ്ലേറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി അവർ ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് കേട്ടോ വണ്ടി കിട്ടിയത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്കൂട്ടർ. അപ്പോൾ സ്കൂട്ടിയുടെ സെസ്റ്റാണ് കേട്ടോ ഇത്. സെസ്റ്റ് എൻ്റെതാണ്. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഒരു സ്കൂട്ടറും കൂടെ ഉണ്ട് ഇവിടെ. അത് ഹസ്ബൻഡാണ് ഓടിക്കുന്നത്. ഇളയ മോൾക്ക് വേണ്ടി മേടിച്ചതാണ്. അത് ഹോണ്ടയുടെ ഗ്രാസിയയാണ്. അപ്പോൾ അത് കുറച്ച് വെയിറ്റുള്ള വണ്ടിയാണ്, കുറച്ച് ഹൈറ്റും കൂടുതലാണ്. അപ്പം എനിക്ക് അത് കംഫർട്ടബിൾ അല്ല ഓടിക്കാൻ. എൻ്റെ കൈക്കൊക്കെ ഇങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കത് ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ സ്കൂട്ടർ വേണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാകുമ്പോഴത്തേലും ഞാൻ ഇത് 110cc ആണ് കേട്ടോ. എനിക്കൊരു 100cc അതിലും താഴെയാണ് എത്രയും നല്ലതെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. പുള്ളിങ് കുറച്ചൊക്കെ ഉള്ളതും പിന്നെ കുറച്ച് വെയിറ്റ് വളരെ കുറഞ്ഞതായിരിക്കണം, പിന്നെ എനിക്ക് ഹൈറ്റ് കുറച്ച് കുറഞ്ഞതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനാണ് ഇപ്പം സ്കൂട്ടിയുടേതാണ് ഉള്ളതിൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേലും ഏറ്റവും കംഫർട്ടബിളായിട്ട് വന്നിട്ടുള്ള വണ്ടി അങ്ങനെയാണ് TVSൻ്റെ സ്കൂട്ടി. ഇപ്പം പെപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പെപ്റ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല, കമ്പനി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സെസ്റ്റ് എടുത്തത് കേട്ടോ. പക്ഷേ ഇത് നല്ല വണ്ടിയായിരുന്നു. ഞാനിപ്പോൾ 2 ദിവസം കൊണ്ട് ഓടിച്ചപ്പോഴത്തേലും ഭയങ്കര കംഫർട്ടബിളായിരുന്നു.
അപ്പോൾ ഇന്ന് രാവിലെ വണ്ടി എടുത്ത ഉടനെ ഞാൻ പള്ളിയിൽ വന്ന് വണ്ടി ഒന്ന് ബ്ലെസ് ചെയ്യാതെ ഞങ്ങളങ്ങനെ വണ്ടിയെ പുറത്തധികം കൊണ്ടുപോകത്തില്ല. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തിരുന്നിരുന്നാലും അത് നമുക്ക് ഒരുപാട് നന്മകളിലോട്ട് നയിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ചെറുപ്പത്തിലേ അങ്ങനെ നമ്മൾ വിശ്വസിച്ച് വന്നതുകൊണ്ട് വണ്ടി എടുത്തിരുന്നിരുന്നാലും ഇപ്പോൾ സ്കൂട്ടർ ആയിരുന്നിരുന്നാലും കാറായിരുന്നാലും എന്തെടുത്തിരുന്നിരുന്നാലും അത് ഉടനെ തന്നെ ബ്ലെസ് ചെയ്യും. ബ്ലെസ് ചെയ്ത് ഇതിന് ശേഷം മാത്രമേ നമ്മളങ്ങനെ അത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടതിന് ശേഷം അച്ഛനെ കൊണ്ട്, ഇത് ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ് അല്ല, പാരിഷ് പ്രീസ്റ്റ് പനിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ കുർബാന ചൊല്ലാൻ വന്ന അവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യിപ്പിച്ചു കേട്ടോ. അച്ഛൻ നന്നായിട്ട് ബ്ലെസ് ചെയ്ത് തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷമൊക്കെയാണ് വണ്ടി വെഞ്ചരിച്ച് തന്നത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഇന്നലെ ഓഗസ്റ്റ് 22 എൻ്റെ മൂത്ത മോളുടെ ദീപ്തിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ ദിവസം തന്നെ വണ്ടി കിട്ടണേന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റ് ഒരിക്കലും മറക്കത്തില്ല. അപ്പം എന്തോ ദൈവൻ്റെ പ്രാർത്ഥന കേട്ടു, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ദിവസം തന്നെ വണ്ടി കിട്ടി. അവർ ഡൗട്ട് പറഞ്ഞായിരുന്നു ഇന്നലെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം RTO നമ്പർ പ്ലേറ്റ് കിട്ടാനായിട്ട് വൈകി കഴിഞ്ഞാലായിട്ട് വണ്ടി അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ കറക്റ്റ് ഓഗസ്റ്റ് 22 എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് തന്നെ ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു മെമ്പറും കൂടെ വന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വണ്ടിയൊക്കെ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഷൂട്ട് ചെയ്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പാവം എൻ്റെ മമ്മിയുടെ അടുത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മമ്മിയാണ് ഇന്ന് വരെ ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ട് മമ്മിക്ക് ഒരു പരിചയവും. അപ്പം മമ്മി പാവം ആ ഫുൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നലെ അങ്ങനെ ഇന്ന് രാവിലെ മമ്മിയാണ് ഇതിൻ്റെ വീഡിയോഗ്രാഫർ മമ്മിയാണ്. അപ്പോൾ ഇതാണ് എനിക്ക്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ കുഞ്ഞു മെമ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേലും അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാവുമെന്ന് എനിക്കും അറിയാം. പിന്നെ എനിക്കും ഈ വണ്ടി ഒരു കുഴപ്പമില്ലാതെ ഓടിക്കാനൊക്കെ പറ്റണേന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കണ്ടോ, ആ ഒരു ട്യൂബിക്കിൾ ഇട്ടിരിക്കുന്ന കൈക്ക് നല്ല വേദനയുണ്ട്. എന്നിരുന്നാലും ഇപ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ വണ്ടി കംഫർട്ടബിളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഹൈറ്റും വെയിറ്റും ഒക്കെ എനിക്ക് പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ദൂരമൊന്നും ഞാൻ ഓടിക്കുന്നില്ല, ആകെ ഒന്ന് പള്ളി വരെയോ അല്ലെങ്കിൽ ഒന്ന് ജംഗ്ഷൻ വരെയോ. അപ്പോൾ അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ കഴിവതും ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.